എല്ലാവരും പറഞ്ഞോണോ എനിക്ക് കഞ്ചാവ് അടിച്ചാലേ കാരവാനിൽ ഇരുന്നാലേ അഭിനയം വരും, ഇങ്ങനത്തെ ഇതൊന്നും അല്ലാതെ കറക്റ്റ് 7 മണിക്ക് ഒരാൾ എത്തുന്നു, 9 മണി വരെ ശരിക്കും വർക്ക് ചെയ്യുന്നു, എല്ലാവർക്കും ഒരു ആത്മാർത്ഥത, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചോറെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഒരു സിനിമ 15 to 20 ദിവസത്തെ ഷൂട്ട് തീർന്നിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരുത്തരം വേണം. ഈ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഈ സിനിമയെ തകർക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ ആർട്ടിസ്റ്റുകളുടെ ആത്മാർത്ഥ ഇല്ലായ്മ. പണ്ഡിറ്റ് പറഞ്ഞു വെച്ചൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. ആ പ്രൊഡ്യൂസർമാരെ സംരക്ഷിക്കുന്ന നിലയിൽ പറയുന്നവർ വളരെ ചുരുക്കമാണ്. സന്തോഷം, അതെനിക്ക് ഭയങ്കര ഹെറ്റ് ചെയ്തൊരു സാധനമാണ്. വളരെ ചുരുക്കമാണ്. അവര് പാവങ്ങളാണ്, അധ്വാനിച്ചുണ്ട്, അവരാണ് ആത്മഹത്യ. ഈ സിനിമ റിലീസ് സിനിമ പൊട്ടിയെന്ന് പറഞ്ഞ നടന ആത്മഹത്യ ചെയ്യണ്ട, ഒരു ക്യാമറമാൻ ആത്മഹത്യ ചെയ്യണ്ട, ആ ഒരു അടുത്ത പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ. മാത്രമല്ല പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നടന്റെ ഒരു ഡയലോഗ് സംവിധാനം ശരിയല്ല, ഞങ്ങൾ പറഞ്ഞ ഒന്നും നിർമ്മാതാവ് മുഴുവനായി തന്നിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയെ ബാധിച്ചു. വിജയിച്ചാൽ എന്റെ സിനിമ ഹിറ്റായി, ഇനി മുതൽ ഞാൻ 6 കോടി എന്നുള്ളത് 16 കോടി ആക്കുന്നു. വിജയിച്ചാൽ ഫുൾ ഉത്തരവാദിത്വം നടന്. നായികനെ കുറിച്ചൊന്നും പിന്നെ ആരും പറയല്ല, നായിക എന്തോ ചെയ്യട്ടെ. നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ അതിൽ പോസ്റ്റർ ശ്രദ്ധിക്കണം, സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം ആ നായികയുടെ ഫോട്ടോ ഞാൻ കൊടുക്കാം. നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു സോങ് കാണും, ഒരു ലവ് സോങ് എടുത്തോ, 90ഓളം സോങ് ഉണ്ട്, അത് സന്തോഷ് പണ്ഡിറ്റിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോഴും ആ കുട്ടിക്കാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെ കേരള സംസ്ഥാനത്ത് നിങ്ങൾ എൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കുക, ആ നായിക കഥാപാത്രം ഉണ്ടെങ്കിൽ ആ സിനിമ അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾ കണ്ട എത്ര സിനിമയുടെ സൂപ്പർ ഹിറ്റ് സിനിമയിൽ പോലും ആ നായികയെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം നായകനിൽ തുടങ്ങി നായകൻ്റെ ഹീറോയിസം, നായകൻ്റെ കാട്ടിക്കൂട്ടൽ, ഇതിൻ്റെ ഇടയിൽ നായികൻ്റെ റോൾ എന്താണെന്നറിയോ, 2 പാട്ട്, ഡാൻസ്, ഒരു ഡപ്പാങ്കൂത്ത്, ഇതൊക്കെയാണ് നായിക. അവസാനം നായകനെ കല്യാണം കഴിക്കുന്ന സംതിങ് അല്ല. ചില സിനിമകളുണ്ട്, ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം സിനിമകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ സ്ത്രീ ഓഡിയൻസും ബാക്കോട്ട് പോകും. ഇതൊക്കെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഓരോ വ്യൂവേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അധികം സ്ത്രീകൾ എത്ര പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട്, എത്ര സ്ത്രീകളുടെ കമൻസ് അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയത്. കാരണം സ്ത്രീകൾക്ക് കൂടി. ഇപ്പം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ 11ാമത്തെ സിനിമയാണ് ആതിരയുടെ മകൾ അഞ്ജലി. ആ സിനിമയുടെ പേര് പോലും നിങ്ങൾ നോക്ക് അല്ല, അത് ആലോചിച്ച് നോക്ക്. അതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇപ്പം മിനിമോളുടെ അച്ഛൻ, അതല്ലെങ്കിൽ നീലിമ നല്ല കുട്ടിയാണ്. ഞാൻ ചെയ്ത 11 സിനിമയിൽ 3 സിനിമയുടെ പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ്. ഞാൻ എന്നെപ്പോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീകളൊക്കെ ഈ സിനിമയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകുന്നു. പിന്നെ തള്ളിമറിക്കലാണ്. ഓക്കെ, ഈ തള്ളിമറിക്കലിൻ്റെ ഇത് എന്നോട് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ടോക്കാണ്, ഇന്ന് ആ ട്രെയിനിൽ. കാരണം എപ്പോഴും സാധാരണയായിട്ട് ഇങ്ങനെ KSRTC പോകുന്നുണ്ട്. സാധാരണ സന്തോഷ് സാറേ ഈ 2 ആഴ്ച കൊണ്ട് 100 കോടി കിട്ടി എന്നൊക്കെ നമ്മൾ കാണൂല. ഞാൻ പറഞ്ഞു ചേട്ടാ തള്ളാണ്. അപ്പോൾ വേറെ ആൾ പറഞ്ഞു തള്ളാണെന്നൊന്നും പറയാൻ പറ്റില്ല സന്തോഷ് സാറേ. ഞാൻ ചോദിച്ചു ചേട്ടാ ശരി, ചേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരപ്പം തന്നെ തരാം. അല്ല 200 കോടി ഒരു സിനിമയ്ക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായിരിക്കും, ഞാൻ പോകുമ്പോൾ ആളുണ്ടല്ലോ എന്ന് പോകുമ്പോൾ. ഞാൻ പറഞ്ഞു കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, ഇപ്പം തന്നെ നമുക്ക് ആ തീരുമാനമാക്കാം. 3.5 കോടി. ശരി, ഇതിലെ പകുതി ആളുകളെങ്കിലും ഒരു 70+ ഏജുള്ളൂ, അല്ല തിയേറ്ററിൽ പോകാനുള്ള പകുതി ആളുകളെങ്കിലും ഒരു ഇപ്പം ജനിച്ച കുട്ടി തൊട്ട് നിങ്ങൾ 3.5 കോടിയിൽ അതൊക്കെ വരൂലേ തൊട്ട് ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരു ലെവലുള്ള 6, 7, 8, 10 വയസ്സുള്ള കുഞ്ഞു കുട്ടികളും ഉണ്ടാവില്ലേ, ശരിയല്ല? അപ്പം തന്നെ ട്രെയിനിൽ എല്ലാവരും ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 1.25 കോടി സിനിമ ചിന്തിക്കാത്ത ആൾക്കാരാണ്. അയ്യോ ഇനിയിപ്പോൾ 1.25 കോടി ജനങ്ങൾക്ക് മനസ്സ് വെച്ചാൽ എന്ത് സിനിമയ്ക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരാണ്. സമ്മതിച്ചു. ഇവിടെയുള്ള എല്ലാവരും സിനിമാ പ്രാന്തന്മാരാണോ? സിനിമയെ വെറുക്കുന്ന ആൾക്കാരല്ലേ, ജീവിതത്തിൽ സിനിമ കാണാൻ എത്ര പേരുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു അത് എത്ര വരും? അപ്പോൾ എല്ലാവരും തലവെറിഞ്ഞ് സന്തോഷ് സാറേ പോട്ടെ, ഒരു 75 ലക്ഷം ആൾക്കാർ സിനിമ കാണുമല്ലോ. സംഭവിച്ചു 75 ലക്ഷം ആൾക്കാർ ഒരു സിനിമ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഉള്ള ആൾക്കാരാണ്. ഇതിൽ തന്നെ എത്ര പേര് പ്രവാസികളായി പോയിട്ടുണ്ടോ? അല്ല ഭയങ്കര സിനിമ പ്രാന്തന അല്ല, അത് വിട്ടു. ഈ 75 ലക്ഷം ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളാണല്ലോ 200 കോടി 300 കോടി. ഈ 2, 3, 4 ആഴ്ച ഇടയിൽ 75 ലക്ഷം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുകയാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് ചാർജ് മാത്രം നോക്കി അല്ല, ഈ 75 ലക്ഷം ആളുകളിൽ എത്രയോ പേർക്ക് ഇപ്പോൾ അസുഖമായിട്ട് കിടക്കുന്നവരുണ്ടാവും. ഇപ്പം അച്ഛന് സുഖമില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ എക്സാം ആയിരിക്കും, പലതരത്തിലുള്ള എക്സാം. മനുഷ്യന്മാരല്ല ഇത്, ഇവർ പറയുന്ന ദിവസം നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ 75 ലക്ഷത്തിൽ സാധാരണഗതി ചിന്തിച്ച് 50 ലക്ഷം ആളുകൾക്കല്ലേ ബൈ ഞാൻ ചോദിക്കുന്നത് അല്ലേ? അത് വേൾഡ് വൈഡ് റിലീസ് ചെയ്താൽ ഒപ്പിക്കാമല്ലേ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ റിസൾട്ട്. കേരളം മാത്രം എടുക്കാം.
അല്ല വേൾഡ് വൈഡ് ആണെങ്കിൽ സായിപ്പ് നമ്മളെ സിനിമ കാണണം. അവിടെ അല്ല, മലയാളീസ് അങ്ങനെയുണ്ട്. സായിപ്പാണല്ലോ. അല്ല അതാ ഞാൻ പറയുന്നത്. അല്ല നമ്മളിപ്പോൾ മൊത്തം മലയാളീസിനെ വെച്ച് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50 ലക്ഷം കൂട്ടിക്കോ. അപ്പോൾ എല്ലാവരും ധാരണയിലെത്തി. 50 ലക്ഷം ആൾക്കാർ, എന്നാൽ തന്നെ അത് വളരെ കൂടുതലാണ്. 50 ലക്ഷം ആൾക്കാർ ഒരു സിനിമ കാണുന്നു. ഞാൻ പറഞ്ഞു വായി അങ്ങനെ കണ്ടൊരു പടമുണ്ട്, ഏതാണെന്നറിയോ? ബാഹുബലി 2. അതിൻ്റെ കളക്ഷൻ എത്ര അറിയോ? 76 കോടിയാണ്. ഞാൻ പറഞ്ഞു 50 ഇൻറ്റു ഇവിടെ ടിക്കറ്റ് ചാർജ് നോക്കുക, 100, 150, 200, ഒരു എവറേജ് 150 കൂട്ടിക്കും. എവറേജാണ് ഞാൻ പറയുന്നത്, എല്ലാ തിയേറ്ററും വ്യത്യസ്തമായിരിക്കും. 50 ലക്ഷം ആളുകൾ ആ സിനിമ കണ്ടിരുന്നു. 76 കോടിയാണ് അതിൻ്റെ കളക്ഷൻ. മനസ്സിലായി? കാരണം അപ്പം എന്നോട് ബാഹുബലിൻ്റെ ആൾ കറക്റ്റാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതേ കറക്റ്റാണ് പറഞ്ഞത്. കാരണം പ്രഭാസിനെ ഇവിടുത്തെ നിർമ്മാതാക്കളെ ആകർഷിപ്പിച്ച് അടുത്ത പടം ചാക്കിട്ട് പിടിക്കേണ്ട ഗതികേടില്ല. അതുകൊണ്ട് പ്രഭാസ് ഉള്ളതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. 50 ലക്ഷം ആളുകൾ കാണുന്ന സിനിമയ്ക്ക് അത് ബാഹുബലി 2 എത്രമാത്രം ഓടി എന്നുള്ളത് ഈ പരിപാടി കാണുന്നവർക്ക് ഞാൻ വിട്ടു. അല്ല 50 ദിവസം പോലും ഫുള്ളിൽ ഓടിയ പടം. അല്ല ലോജിക്കലി ചിന്തിക്കൂ, 75 കോടിയല്ലേ വരുള്ളൂ. ഞാൻ ചോദിക്കുന്നു, അപ്പം 50 ലക്ഷം ആളുകൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ, അല്ല 75 ലക്ഷം ആളുകൾ കാണും. ചേട്ടാ അത് ഒരിക്കലും നടക്കൂല. ഓരോ മനുഷ്യന്മാർക്ക് എക്സാമിൻ്റെ പല പല ആവശ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമ എത്രയാ അഭിനയിച്ചു വെച്ച സിനിമ താരങ്ങൾ പോലും സിനിമ കാണുന്നില്ല. അപ്പം ഞാൻ പറയുന്നു, സാധാരണഗതിയിൽ കേരള സംസ്ഥാനത്ത് 50 ലക്ഷമാണ് മാക്സിമമാണ്. ആ ബാഹുബലി 2 ആണ് മാക്സിമം. 50 ലക്ഷം ആളുകൾ ഇവിടെ കാണുള്ളൂ. മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം 75 കോടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം മറ്റുള്ള സ്റ്റേറ്റിൽ അത് പക്ഷേ നമ്മളെ ഈ 3.5 കോടിയിൽ ഇതൊക്കെ വരുന്നുണ്ട് പോട്ടെ. എന്നാലും അവിടെ നിന്നോ സാറ്റലൈറ്റോ OTTയോ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് മാക്സിമം 100 കോടീൻ്റെ ഇതിൽ വരും, എല്ലാ ബിസിനസ്സും അടക്കം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല. ഇനി കേൾക്കുന്ന ആൾക്കാരുടെ ഇതിലേക്ക് പറയുകയാണ്, നീ 100 കോടി കിട്ടി വിചാരിച്ചോ? നിങ്ങൾ വിചാരിച്ചെന്താ 100 കോടി കൊണ്ട് ഇയാൾ പുട്ടടിച്ചു പോകുന്ന? 50% ഇതല്ലേ, 50-50 അല്ലേ? നിങ്ങൾക്കറിയാലോ തിയേറ്ററിൽ വരുന്നത്. അപ്പം തന്നെ ആദ്യം തന്നെ ടാക്സ് കൊടുക്കണം. 25% ടാക്സ് പോയി. അല്ല പോട്ടെ, GST 20% കൂട്ടിക്കാം, 80 ലക്ഷം. 50-50 തിയേറ്ററുകാരൻ ഇത്രയും വലിയ സാധനം തുറന്നു വെച്ച് ടാക്സ് കൊടുക്കണം. അപ്പോൾ 40 ലക്ഷമായി. ഈ 40 ലക്ഷം 10 കോടിക്കെടുത്തു, 40 ലക്ഷം, 30 കോടി നിങ്ങളുടെ ലാഭം. ഇൻകം ടാക്സ് എത്ര അടയ്ക്കണം? 30 കോടീൻ്റെ. അല്ല ഒരു നമ്മൾ എന്തെങ്കിലും വിളിച്ചു പോകുമ്പോൾ, അതായത് 100 കോടി ഇവിടെ കളക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ആ പ്രൊഡ്യൂസർക്ക് 30 കോടിയേ കിട്ടുന്നു. അയാളുടെ ലാഭം 20 കോടിയാണ്. ഇതാണ് സത്യം. ഇഷ്ടമുണ്ട് വിശ്വസിച്ചോ. ഞാൻ പറയുന്നത് അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞിരുന്നു അവർക്ക് 25 കോടി രൂപ കളക്ട് ചെയ്തു. അതാണ് കറക്റ്റ്. അത് കൃത്യമാണ്. അതായത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അത്യാവശ്യം ഒരു ഹിറ്റായ ഒരു സിനിമയ്ക്ക് ഇവിടെ കിട്ടുന്നത് 25 കോടിയാണ്. നല്ല ഹിറ്റായി പോകുന്നത്